ഈ കേസിനകത്ത് ഈ 14 പേർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഈ 14 പേർക്കൊപ്പം ശിക്ഷിക്കപ്പെടുന്നത് CPMൻ്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയൻ്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയവും കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇതിനകത്ത് കോടതി ശിക്ഷ വിധിക്കാതിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എതിരായിട്ടുള്ള നിയമ പോരാട്ടം പ്രസ്ഥാനവും ആ കുടുംബത്തോടൊപ്പം നിന്ന് തുടരുക തന്നെ ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ തന്നെ CPM പറഞ്ഞത് ആ 2 ചെറുപ്പക്കാരുടെ കൊലപാതകത്തിനകത്ത് അവർക്ക് പങ്കില്ല എന്നാണ്. ഒരു മുൻ MLAയും CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും DYFIയുടെ മുൻ ജില്ലാ പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും CPMൻ്റെ ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയും CPMൻ്റെ 2 ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് അംഗീകരിക്കാനുള്ള ബാധ്യത CPM എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രീയ സംഘടന ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കാട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാ കാലത്തും കൊലയാളി രാഷ്ട്രീയത്തെ, കൊലപാതക രാഷ്ട്രീയത്തെ, കൊലയാളികളെ സംരക്ഷിച്ച് നിർത്തുന്ന കൊലയാളികളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം നടത്തിയിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. 2 കോടിയോടടുത്ത് രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ഈ കൊലയാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം, CBI എത്താതിരിക്കുവാൻ വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ 2 അമ്മമാർ, ആ അമ്മമാരുടെയും സത്യേട്ടനും കൃഷ്ണേട്ടനും അടക്കമുള്ള 2 പിതാക്കന്മാരുടെയും അമൃതയും കൃഷ്ണപ്രിയയും അടക്കമുള്ള 2 സഹോദരിമാരുടെയും കണ്ണീരിന് മുകളിലല്ല സർക്കാർ കോടാനുകോടി രൂപ മുടക്കി കേരളത്തിലേക്ക് എത്തിച്ച, കോടതികളിലേക്ക് എത്തിച്ച രഞ്ജിത്ത് കുമാറും മനീന്ദ്ര സിംഗും അടക്കമുള്ള ആളുകളുടെ നിയമപാണ്ഡിത്യം എന്നുകൂടി ഇവിടെ തിരിച്ചറിയപ്പെടുകയാണ്. സർക്കാർ എന്ത് നാറിയ കളികൾ കളിച്ചു. കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീധരൻ വക്കീൽ, അദ്ദേഹം ആലോചിക്കേണ്ടത്, കോൺഗ്രസിനോടൊപ്പം നിന്ന കുടുംബത്തിൻ്റെ വിശ്വാസ്യത മുഴുവൻ നേടി ചീമേനിയിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീൽ പെരിയയിൽ ഒടുങ്ങിയെന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വക്കീൽ പ്രൊഫഷൻ, ആ അമ്മമാരെ ക്രോസ് ചെയ്യുന്ന സാഹചര്യം വരെ ഇടതുപക്ഷത്തിനോടൊപ്പം പോയ ആ വക്കീൽ നടത്തിയിട്ടുണ്ട്. ഇനിയും തൊട്ട് ശ്രീധരൻ വക്കീൽ കഴിക്കുന്ന ഓരോ വറ്റ് ചോറിനകത്തും ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും തകർന്നു തെറിച്ച മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ശ്രീധരൻ വക്കീലിനെ പോലുള്ള ഒറ്റുകാർക്ക് കൂടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഈ വിഷയത്തിനകത്ത് കുടുംബവും പാർട്ടിയും എടുത്തിട്ടുള്ള നിലപാട്, CBIയെ കൊണ്ടുവരുന്നതിനകത്ത് എന്തിനാണ് CBI കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് പോലീസും അന്വേഷിച്ച കേസിനകത്ത് ഒരിടത്തും മുൻ MLA കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ CBI വന്ന് നടത്തിയ അന്വേഷണം, അത് പാർട്ടിയും ആ കുടുംബവും നടത്തിയ നിയമപോരാട്ടത്തിലൂടെ ഈ കോടാനുകോടിയുടെ പൊതുഖജനാവിലെ പണമെടുത്ത് അപ്പുറത്ത് തുലാസിൽ വെച്ചിട്ട് ഇപ്പുറത്ത് പാർട്ടി പ്രവർത്തകർ പിരിച്ചു കൊടുത്ത ആ പണം കൊണ്ടുവന്ന അഭിഭാഷകർ നടത്തിയ നിയമപോരാട്ടത്തിൽ CBI വരികയും ആ CBIയുടെ ഫൈൻഡിങ്സിനനുസരിച്ചാണ് കുഞ്ഞിരാമൻ അടക്കമുള്ള കൊലയാളികളെ സംരക്ഷിച്ച നേതാക്കന്മാർക്കെതിരായിട്ട് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്.